കോൺഗ്രസിലെ യുവ നേതാക്കൾക്ക് മുതിർന്ന നേതാവിൻ്റെ വക ഒരു കുത്ത് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ട്രോൾ എന്നുകൂടി പറയാം. യുവ നേതാക്കൾ ആരൊക്കെ? ഷാഫി പറമ്പിലുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, അബിൻ വർക്കിയുണ്ട്. അങ്ങനെയുള്ള യുവ നേതാക്കൾ, റീലുകളിലൂടെ ജീവിക്കുന്ന യുവ നേതാക്കൾ, അവർക്കാണ് മുതിർന്ന നേതാവിൻ്റെ ഒരു കുത്ത്. അതും ജി കാർത്തികേയൻ്റെ ഓർമ്മ പങ്കുവച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പേജിൽ, പന്തളം സുധാകരൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് യുവ നേതാക്കൾക്ക് ട്രോളും അതോടൊപ്പം ഒരു കുത്തും നൽകുന്നത്. എന്താണ് പന്തളം സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് എന്ന് നോക്കാം. പ്രിയപ്പെട്ട ജി കാർത്തികേയൻ, കാണാമറയത്തേക്ക് യാത്രയായിട്ട് 11 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ആ ഓർമ്മകൾ ഇപ്പോഴും സജീവം. റീൽ എടുക്കാൻ ഒരു കുട്ടിയെയും കൂട്ടി വെള്ളിമൂങ്ങ മോഡലുകൾ അരങ്ങ് തകർക്കുന്ന ഇക്കാലത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ GK ഒരു അത്ഭുതമാണ്. സഹപ്രവർത്തകർക്ക് സഹോദരൻ, മുതിർന്ന നേതാക്കൾക്ക് ക്ഷോഭിക്കുന്ന യുവത്വം. അങ്ങനെ എത്രയോ വിശേഷണങ്ങൾ ഞങ്ങളുടെ എല്ലാമായിരുന്ന നേതാവിനോട് പിണങ്ങിയും ഇണങ്ങിയും നിലപാടുകൾ സ്വീകരിച്ചപ്പോഴും കൂടെ നടന്നവർ അകന്നപ്പോഴും നിരാശനാകാതെ സങ്കടം ഉള്ളിൽ ഒതുക്കി തളരാതെ നടന്ന കാർത്തികേയൻ ഒരു അത്ഭുതം തന്നെയാണ്. മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ലീഡറുടെ ത്രിമൂർത്തികളുടെ നേതാവ് GK, ചെന്നിത്തല, പന്തളം, അവരിൽ ഒരാളായ എൻ്റെ മനസ്സിൽ ആ പഴയ കാലം വേദനയോടെ നിറയുന്നു. കാർത്തികേയൻ അകാലത്തിൽ വിട പറഞ്ഞപ്പോൾ മനോരമ എഴുതിയ വാർത്തയുടെ ഒരു തലക്കെട്ട് ഞാനിപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ത്രിമൂർത്തികളിൽ ഒരാൾ യാത്രയായി. വാക്കുകൾക്ക് അതീതം ആ സ്നേഹവൃക്ഷത്തിൻ്റെ തണൽ, സ്മൃതികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്താണ് യുവ നേതാക്കൾക്ക് എതിരെ ഒരു ട്രോളോ പരിഹാസമോ ഒക്കെ പന്തളം സുധാകരൻ നിരത്തുന്നത്. പ്രിയപ്പെട്ട ജി കാർത്തികേയൻ, കാണാമറയത്തേക്ക് യാത്രയായിട്ട് 11 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ആ ഓർമ്മകൾ ഇപ്പോഴും സജീവം. റീൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത് പന്തളം സുധാകരൻ. റീൽ എടുക്കാൻ ഒരു കുട്ടിയെയും കൂട്ടി വെള്ളിമൂങ്ങ മോഡലുകൾ അരങ്ങ് തകർക്കുന്ന ഇക്കാലത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ GK ഒരു അത്ഭുതമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. റീൽ രാഷ്ട്രീയം ഇന്ന് സജീവമാണ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. എല്ലാ നേതാക്കളുടെയും ഒപ്പം ക്യാമറയുമായി ഒരു ആളുകൂടി ഉണ്ടാകും. എന്തു ചെയ്യുന്നു, എവിടെ പോകുന്നു, എന്തൊക്കെ പറയുന്നു എന്നതെല്ലാം പകർത്തി റീലുകളാക്കി അത് വലിയ മ്യൂസിക്കിൻ്റെ, സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയയിലൂടെ ഞാനിതാ വലിയ നേതാവായി എന്ന് സ്വയം വിളിച്ചു പറയുക. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂർത്തിഭാവമായിരുന്നു ഷാഫി പറമ്പിൽ. മറ്റൊരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. റീലുകളിലാണ് നിറഞ്ഞു നിന്നത് ഈ 2 നേതാക്കൾ. അതോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കളുണ്ട്, MSFൻ്റെ നേതാക്കളുണ്ട്, അതേപോലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കളുണ്ട്. ഇതിൻ്റെ ഒരു പകർച്ച മുതിർന്ന നേതാക്കളിലേക്കും വന്നിട്ടുണ്ട്. VD സതീശനിലേക്കും മറ്റ് നേതാക്കളിലേക്കും നാം അത് കാണാം. VD സതീശൻ്റെ, പ്രതിപക്ഷ നേതാവിൻ്റെ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ, അങ്ങനെയുള്ള നേതാക്കളുടെ ഫേസ്ബുക്ക് പേജുകൾ നോക്കിയാൽ ഇതുപോലെയുള്ള റീലുകൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. എടുത്തു നടക്കുന്നത്, ആളുകൾ കെട്ടിപ്പിടിക്കുന്നത്, കൈപിടിക്കുന്നത്, നടന്നു പോകുന്നത്, സ്ലോ മോഷൻ ചിത്രങ്ങൾ, ഇവയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പല രാഷ്ട്രീയ നേതാക്കളുടെയും പേജുകളിൽ. അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അത് ഒരു നല്ല രാഷ്ട്രീയമല്ല എന്നും ജനങ്ങളുടെ ഹൃദയത്തിലാണ് ജീവിക്കേണ്ടത് എന്നും ഓർമ്മിപ്പിക്കുകയാണ് പന്തളം സുധാകരൻ ചെയ്യുന്നത്. ജി കാർത്തികേയൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട്. പന്തളം സുധാകരനാണ് പറയുന്നത് എന്നതുകൊണ്ട് കോൺഗ്രസിനകത്തെ ഇത്തരം റീൽ രാഷ്ട്രീയക്കാർക്ക് എതിരെയുള്ള ഒരു മുന്നറിയിപ്പോ അതല്ലെങ്കിൽ ഒരു ട്രോൾ സ്വഭാവത്തോടെയുള്ള പരിഹാസമോ ഒക്കെയാണ് ഇത് എന്ന് പറയാം. കാരണം അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. പുതുതലമുറ എങ്ങനെയാണ് വരുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതെല്ലാം കണ്ടുകൊണ്ടാണ് അദ്ദേഹം ജി കാർത്തികേയന്റെ ഓർമ്മക്കുറിപ്പിൽ ഇക്കാര്യം പ്രത്യേകം പരാമർശിക്കുന്നത്. പ്രത്യേകം പരാമർശിക്കുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ ഇത് തിരുത്തണം. ജി കാർത്തികേയനെ പോലെയുള്ള നേതാക്കൾ ജനങ്ങളുടെ മനസ്സിൽ ഇന്നും ഉണ്ടാകുന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് കൊണ്ടാണ് എന്നാണ് പന്തളം സുധാകരൻ പറയുന്നത്. ഏതായാലും കോൺഗ്രസിനകത്ത് പന്തളം സുധാകരൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ചർച്ചയായി മാറിയിട്ടുണ്ട്.